ഹായ് ഗൈസ്, ഇന്ന് റിവ്യൂ ഇടണമെന്നൊരു മൂഡോ അല്ലെങ്കിൽ ഒരു ആഗ്രഹമോ കൊണ്ടിടുന്നതല്ല. ഒരു അടിപൊളി സിനിമ കണ്ടപ്പോൾ അത് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. അതായത് സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഗുരുവായൂർ അമ്പലനടയിൽ ജയ ജയ ജയയ്ക്ക് ശേഷം വിപിൻ ദാസ് ഡയറക്റ്റ് ചെയ്ത ഈ സിനിമ, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത ഈ സിനിമ ഒരു അസാധ്യ സിനിമയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 2 മണിക്കൂറും 15 മിനിറ്റും ആ തിയേറ്ററിലിരുന്ന് നിങ്ങൾ ചിരിച്ച് ഉല്ലസിച്ച് തിരിച്ചു വരും. അത് മാത്രമാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ള കാര്യം. പഴയകാല സിനിമകൾ, അതായത് പ്രിയദർശൻ, രാജസേനൻ എന്നിവരൊക്കെ എടുക്കുന്ന ജോണറിലുള്ള സിനിമകൾ, അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ്, കഥാപാത്രങ്ങളുടെ അഭിനയമായാലും എല്ലാം. ഞാൻ പറയുന്നത് ഒരു പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയല്ല. നിങ്ങൾ ഇതിനൊരു ഫൺ എന്റർടൈൻമെന്റ് മോഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലൊരു പടം ഈ അടുത്തൊന്നും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ പടത്തിന്റെ ടീസർ കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാരണം ആടുജീവിതത്തിന് ശേഷം പൃഥ്വിരാജ് അഭിനയിക്കുന്ന ഒരു സിനിമ, അത് പോരാഞ്ഞിട്ട് അതിൽ പുള്ളി കാണിക്കുന്ന കോമഡികൾ ഇതൊക്കെ കണ്ടപ്പോൾ കയ്യിൽ നിന്ന് പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇന്ന് ഈ തിയേറ്ററിൽ കയറിയിരിക്കുന്ന വേറെ ഒരു പണിയും ഇന്ന് ഇല്ലാത്തത് കൊണ്ട് മാത്രം ടിക്കറ്റ് എടുത്താണ് ഞാൻ ഈ സിനിമയ്ക്ക്. ഒരു പണിയില്ല, ഒന്നിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും. അതിന് പകരം തിയേറ്ററിൽ പോയിരുന്ന് AC കൊണ്ട് ഉറങ്ങാം എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ എൻ്റെ കണക്കൂട്ടലെല്ലാം തെറ്റിച്ചു. നല്ല ഉഗ്രൻ സിനിമ. അതായത് ഞാൻ ഈ പറയുന്നത് ഒരു ഫാമിലി ആയിട്ട് ഈ അടുത്ത കാലത്ത് പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആവേശമാണെങ്കിലും ബ്രഹ്മയുഗമാണെങ്കിലും അതെല്ലാം ഒരു ജോണറാണ്, ഓരോ ജോണേഴ്സാണ്. അതിന് ഓരോന്നിനും ഓരോ കാറ്റഗറി ഓഡിയൻസ് ഉണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഏതൊരു തരത്തിലുള്ള ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. അങ്ങനൊരു പടം ഈ അടുത്ത് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ പ്രേമലു തന്നെ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചിരിപ്പിച്ച സിനിമയാണ്, എന്നാലും പലർക്കും പല അഭിപ്രായങ്ങൾ അതിനുണ്ടായിരുന്നു. പക്ഷെ ഈ പടത്തിന് അങ്ങനൊരു അഭിപ്രായം ഉണ്ടാവും തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒരു 90s ആ കാലഘട്ടത്തിലൊക്കെ സിനിമകൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട പേര് പൃഥ്വിരാജ് എന്നൊരു നടൻ ഈ സിനിമയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഉണ്ടായിരുന്നു പറയുന്നില്ല. എന്നാലും ഒരുപാട് സീരിയസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് ആകെ പ്രഷർ കയറിയിരിക്കുന്ന പൃഥ്വിരാജിന് ഇങ്ങനൊരു സിനിമ വലിയൊരു ആശ്വാസമാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പുതുമയുണ്ട്. പൃഥ്വിരാജ് ഇങ്ങനൊരു റോൾ അധികം ചെയ്ത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് ഒരു മികച്ച രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ അക്കമിട്ട് നിരത്തി ഓരോരോ കഥാപാത്രങ്ങളെ കുറിച്ച് പറയേണ്ടി വരും. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് പേര്, പലരുടെയും പേര് പോലും അറിയത്തില്ല. എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും നല്ല ആർട്ടിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ സിനിമ. ബൈജു ആണെങ്കിലും ജഗദീഷ് ആണെങ്കിലും മറ്റ് ക്യാരക്ടേഴ്സ് ചെയ്ത എല്ലാവരും. പിന്നെ പറയാനുള്ളത് ബേസിൽ ജോസഫിന്റെ ക്യാരക്ടറാണ്. തുടക്കം കണ്ടപ്പോൾ ഒന്ന് കൈവിട്ട് പോയോ എന്നൊരു സംശയം തോന്നിച്ചെങ്കിലും പിന്നെ അങ്ങോട്ട് പുള്ളി തകർത്തു. എല്ലാം കൊണ്ടും ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബേസിൽ ജോസഫിന്റെ കോമഡി തന്നെയാണ്. എനിക്ക് തോന്നുന്നു നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ ഏതൊരു റിവ്യൂവറും വന്നിരുന്നിട്ട് അതിൻ്റെ ക്യാമറ ടെക്നിക്കുകൾ, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് സൈഡ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, ഇങ്ങനെ ഒന്നും പറയാതെ ഫുള്ളോ ഇട്ട് പറഞ്ഞ് ഒരു സിനിമ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴായിരിക്കും. കാരണം ഈ സിനിമ അങ്ങനെയാണ്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ എഡിറ്റിങ്ങോ സിനിമാറ്റോഗ്രഫിയോ ഒന്നും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ഈ സിനിമയ്ക്ക് എന്താണോ ആവശ്യം, ഈ കഥ എന്താണോ ആവശ്യപ്പെടുന്നത്, അത് മാത്രമേ ഈ സിനിമ നമുക്ക് തരുന്നുള്ളൂ. അതുകൊണ്ട് വിപിൻ ദാസ് എന്ന ഡയറക്ടർ തന്നെയാണ് ഈ സിനിമയുടെ നെടുംതൂൺ. ഇന്ന് ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ റിവ്യൂ ഇടുന്നത്. ഇതിപ്പം എനിക്ക് റീച്ച് കിട്ടാനോ അങ്ങനെയൊന്നും അല്ല. ജസ്റ്റ് ഇതിനെക്കുറിച്ച്, ഈ സിനിമയെക്കുറിച്ച് റിവ്യൂ ഇട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു മോശമായി പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ റിവ്യൂ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ആരും മറക്കണ്ട, ഉറപ്പായിട്ട് ഈ സിനിമ തിയേറ്ററിൽ കുടുംബത്തോടെ പോയി കണ്ടോ. മഴയാണ്, ആ പേരും പറഞ്ഞ് വീട്ടിൽ കയറിയിരിക്കരുത്. ഇപ്പോൾ ഒരു ഇടിവെട്ടി എൻ്റെ അവസാനമായിട്ടുണ്ടായിരുന്ന മിന്നാമിനിങ്ങിൻ്റെ മുറുങ്ങോട്ടവും പോയി. അതുകൊണ്ട് കൂടുതൽ വെച്ച് നീട്ടുന്നില്ല. ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഒരു അടിപൊളി ഫാമിലി എൻ്റർടൈനർ.
ഈ അടുത്തൊന്നും ഇങ്ങനൊരു സിനിമ വന്നിട്ടില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഉറപ്പായി പോയി കാണുക. താങ്ക് യു. സീ യു. ഇനി അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ കാണാം.